തിരുവനന്തപുരം പൂന്തുറയിലെ അമ്മയും മകളും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തതിൽ മകളുടെ ഭർത്താവിനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. 200 പവൻ ശ്രീധരമായി നൽകിയിട്ടും 6 വർഷത്തെ അവഗണനയും മാനസിക പീഡനവുമാണ് ആത്മഹത്യ കാരണമെന്നും ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് ചേരുന്നു. മേഘ്ന, പറയൂ. സുഹൈൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് കമലേശ്വരത്തെ ഈ മരണം നടന്ന വീട്ടിലാണ്. സജിത, മകൾ ഗ്രീമ എന്നിവരാണ് ഇന്നലെ സയനൈഡ് കഴിച്ച രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ വീട്ടിൽ പൊതുദർശനം നടക്കുകയാണ്. അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. അതിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ബന്ധുക്കൾക്കടക്കം വാട്സപ്പിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് അയച്ചു കൊടുത്ത ശേഷമാണ് മരിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പോലീസിന്റെ കയ്യിലാണ് ഈ ആത്മഹത്യാ കുറിപ്പ് ഉള്ളതും. അതിൽ പ്രധാനമായും ഈ ആത്മഹത്യാ കുറിപ്പിലെ ആരോപണം എന്ന് പറയുന്നത് ഇതിൽ 200 പവനിലധികം സ്വർണം അത് ഈ മകളുടെ ഗ്രീമയുടെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനമായിട്ട്. അതിനുശേഷം ഭർത്താവ് ഉപേക്ഷിച്ചു. വലിയ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. 200 പവൻ സ്വർണവും അതുപോലെ തന്നെ സ്വത്തും വീടും ഒക്കെ ഈ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 6 വർഷത്തിന് മുന്നേ തന്നെ 25 ദിവസം മാത്രമായിരുന്നു ആ വിവാഹ ജീവിതം നീണ്ടുനിന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വലിയ മാനസിക വിഷമം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വീട്ടിൽ ഇവർ മകളും അമ്മയും മാത്രമായിരുന്നു താമസം. അതിൽ ഇവരുടെ അച്ഛൻ കഴിഞ്ഞ 3 മാസം മുന്നെയാണ് മരണമടയുന്നത്. അതിനുശേഷം വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഭർത്താവിനെതിരെ പറയുന്നുണ്ട്. തങ്ങളുടെ ജീവിതം തകർത്തത് ഈ ഭർത്താവാണ്, ഭർത്താവിന്റെ ഒരു ചില ചെയ്തികളാണ് എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് ഗാർഹിക പീഡനത്തിലടക്കം കേസെടുക്കും ഭർത്താവിനെതിരെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ നാട്ടുകാരടക്കം എത്തിയിട്ടുണ്ട്. അതിവൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് ഈ വീടും പരിസരവും കടന്നു പോകുന്നത്. എന്തായാലും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അത് ഈ 200 പവൻ സ്വർണം കൊടുത്തു, സ്ത്രീധനം നൽകിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം മകളെ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നുള്ള കാര്യമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതിൽ എത്രതരം ഗൗരവമാണ്, അതുപോലെ തന്നെ ഭർത്താവിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ഒരു അന്വേഷണം. മരുമകനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉള്ളത്. അതിൽ മരുമകൻ 200 പവൻ സ്വർണം കൈപ്പറ്റി. പക്ഷേ 6 വർഷമായി മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 25 ദിവസമാണ് മകളോടൊപ്പം ഭർത്താവ് കഴിഞ്ഞ കാര്യങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. മേഘ്ന മുരളിയാണ് വാർത്തകൾ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.